പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ എന്നെ സ്പർശിച്ച 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുക. ഒന്ന്, യോസഫിൻ്റെ അസ്ഥികളെ മോശ എടുത്തത്. 19-ാം വാക്യത്തിൽ മോശ യോസഫിൻ്റെ അസ്ഥികളും എടുത്തുകൊണ്ട് പോന്നു. ദൈവം നിങ്ങളെ സന്ദർശിക്കും നിശ്ചയം, അപ്പോൾ എൻ്റെ അസ്ഥികളും നിങ്ങൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞ് അവൻ ഇസ്രായേൽ മക്കളെ കൊണ്ട് ഉറപ്പായി സത്യം ചെയ്യിച്ചിരുന്നു. നോക്കിയേ, ഇതെത്ര നാളുകൾക്ക് മുമ്പുള്ള കാര്യമാണ്? 400 വർഷത്തിന് മുമ്പുള്ള കാര്യം. ഞാൻ ദൈവമക്കളോട് ചോദിക്കട്ടെ, ഒരു 3 തലമുറയ്ക്ക് മുമ്പുള്ള, പോട്ടെ ഒരു 2 തലമുറയ്ക്ക് മുമ്പുള്ള കുടുംബാംഗങ്ങളെ നിങ്ങൾക്കറിയാമോ? ഇല്ല, അറിയത്തില്ല. പോട്ടെ 100 വർഷത്തിന് മുമ്പുള്ള ഏതെങ്കിലും കാര്യം നമുക്ക് ഓർമ്മയുണ്ടോ? ഇല്ല, അതങ്ങനെ. പക്ഷേ ഇവിടെ ദൈവം, ഹല്ലേലൂയ, ഒരു ദൈവപ്രവൃത്തി അയക്കുമെന്ന്, ഇവിടെ നിന്നൊരു പുറപ്പാടുണ്ടാകുമെന്ന് പ്രവചനാത്മാവിൽ ആര് പറഞ്ഞു? യോസഫ് പറഞ്ഞു. എന്നിട്ട് അവൻ മരിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അസ്ഥികളെ വിട്ടേക്കരുത്, എൻ്റെ അസ്ഥികളെ വിട്ടേക്കരുത്. വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുവന്ന് അവിടെ എന്ത് ചെയ്യണം? അടക്കം ചെയ്യണം എന്നാ യോസഫ് പറഞ്ഞത്. എന്ത് വലിയ പ്രത്യാശയുടെ വാക്കുകളായത്! ദൈവം തൻ്റെ ജനത്തെ സന്ദർശിക്കും. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിക്കും. പ്രിയ ദൈവ പൈതലേ, ഇപ്പോഴത്തെ നിൻ്റെ ഞെരുക്കം മാറും, ഇപ്പോഴത്തെ നിൻ്റെ പ്രതികൂലം മാറും. ഒരു ദൈവിക സന്ദർശനം നിനക്കുണ്ടാകും നിശ്ചയം. ഒരു സംശയമില്ല, ഒരു സംശയമില്ല. ഞാൻ ഈ ദൂത് പറയുമ്പോൾ തന്നെ ഇന്നലകളിൽ കേട്ട ചില ദൂതുകളും ഇപ്പോൾ കടന്നു പോകുന്ന ചില സാഹചര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചിലരതിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട്. ആമേൻ. മാനുഷികമായിട്ട് നോക്കിയാൽ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ ഹല്ലേലൂയ പുറത്തു വരാൻ ഏതെങ്കിലും സാധ്യതയുണ്ടോ? ഇല്ല. പക്ഷേ ആ വൃക്ഷത്തിൻ്റെ ശിഖരങ്ങളെ ഓരോന്നോരോന്നായി വെട്ടിയിട്ട് തായ് വേരിനെ ദൈവം അറുത്ത് കളഞ്ഞിട്ട് ആ ജനത്തെ പുറത്ത് കൊണ്ടുവന്നെങ്കിൽ ആ ദൈവം എൻ്റെയും നിങ്ങളുടെയും ദൈവമാണ്. വർഷങ്ങൾക്ക് മുമ്പ് യോസഫ് പറഞ്ഞ ആ കാര്യം ഇപ്പോൾ നിറവേറുകയാണ്. എന്താ? മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കളുടെ പുറപ്പാട്. അതെ, മോശ ആസ്തികളെ എടുക്കുകയാണ്. ആസ്തികൾക്കൊന്നും പറ്റിയിട്ടില്ല കേട്ടോ, ആ ആസ്തികളെ എടുക്കുകയാണ്. രണ്ടാമത്തെ കാര്യം എന്നെ ടച്ച് ചെയ്തത് 21-ാമത്തെ വാക്യമാണ്. ആമേൻ. അവർ രാവും പകലും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭവും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് മാറിയതുമില്ല. ഹല്ലേലൂയ. എന്നെ നിങ്ങളെ ദൈവം പുറപ്പെടുവിക്കുമ്പോൾ മനസ്സിലാക്കണം, ദൈവം അങ്ങ് മാറിപ്പോകുകയല്ല. ദൈവം നമ്മളെ പുറപ്പെടുവിച്ചിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ട് അയച്ചിട്ട് ദൈവം അങ്ങ് പോകുമല്ല, മറിച്ച് നമ്മുടെ മുമ്പിൽ പോകുന്ന കർത്താവ്. ഓ ഹല്ലേലൂയ. ഈ വചനത്തെ ഒന്ന് എടുക്കാമോ? മുമ്പിൽ പോകുന്ന കർത്താവ്. യെസ്, വചനം സങ്കീർത്തനത്തിലുമായി തീ അവന് മുമ്പായി പുറപ്പെടുന്നു, തീ അവന് മുമ്പായി പുറപ്പെടുന്നു. മുമ്പിൽ കർത്താവ് പോയാൽ എന്ത് സംഭവിക്കും? പ്രതികൂലങ്ങൾ വരുമ്പോൾ ആരാ അതിനെ ആദ്യം ഫേസ് ചെയ്യുന്നത്? കർത്താവ്. ഈ ദൂതിനെ ആഴത്തിൽ ഏറ്റെടുക്കണം കേട്ടോ. ചില വിഷയങ്ങൾക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങണം, പ്രാർത്ഥനയോടെ ഇറങ്ങണം. കാരണം ദൈവമായിരിക്കും അതിനെ മുമ്പിൽ പോകുന്നത്. ദൈവം മുമ്പിൽ പോയാൽ ദുർഘടങ്ങൾ സമഭൂമിയായി മാറും. യെസ്, എല്ലാ കുന്നും നികന്നു വരും. യെസ്, എല്ലാം നികന്നു വരും. ഒരു വലിയ ദൈവപ്രവൃത്തിയായിട്ട് മാറാൻ ഇടയായിത്തീരും. നോക്കിയേ, പകലെന്താ? മേഘസ്തംഭം. മരുഭൂമിയാ ദൈവമക്കളെ. ഹല്ലേലൂയ. നമുക്കറിയാം ഈ കാർമേഘങ്ങളൊക്കെ ഉള്ള പകൽ സമയങ്ങളിൽ ആമേൻ നമുക്ക് ആ സൂര്യൻ്റെ ചൂട് തട്ടുമോ? ഇല്ല, ചൂടുണ്ട്, സൂര്യൻ്റെ പ്രകാശം അടിക്കുന്നുണ്ട്. പക്ഷേ ആ മേഘത്തിൽ തട്ടി വളരെ ശാന്തമായൊരു തണുത്ത അന്തരീക്ഷം. 1-2 ദിവസമാണ് മരുഭൂമിയിലൂടെ ഇവർ പോയ 40 വർഷം ഇവർ അനുഭവിച്ചു. രാത്രിയിലോ? രാത്രി നല്ല തണുപ്പാണ്, രാത്രി നല്ല തണുപ്പ്. പക്ഷേ അവർക്ക് ആ തണുപ്പ് ഏശിയില്ല. കാരണം എന്താ? ഒരു അഗ്നിസ്തംഭം അവർക്കുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടിട്ടാ ആമേൻ ജാതികൾ പേടിക്കാൻ ഇടയായി തീർന്നത്. പ്രിയ ദൈവപൈതലേ, വലിയ ആമേൻ നന്മകളോ വലിയ കഴിവുകളോ ഒന്നും അവകാശപ്പെടാനില്ലെങ്കിലും ഈ ദൈവത്തിൻ്റെ സംരക്ഷണം എനിക്ക് നിനക്ക് കോട്ടയായിട്ടുണ്ടെന്നൊരു ഉറപ്പുണ്ടോ? നിശ്ചയമായിട്ടും ജയാളിയായി എവിടെയും തല ഉയർത്തിപ്പിടിച്ച് ഏത് പ്രതികൂലത്തെയും ധൈര്യമായിട്ട് ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയം ഞങ്ങളെ കേൾപ്പിച്ച ഈ തിരുവചന സന്ദേശം
നിറവോടെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും അങ്ങ് അഗ്നിസ്തംഭമായി, അങ്ങ് മേഘസ്തംഭമായിട്ട് ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. യോസഫിന് കൊടുത്ത വാഗ്ദത്തം നിറവേറിയതുപോലെ മണ്ണിട്ട് മൂടി കിടക്കുന്ന വാഗ്ദത്തങ്ങൾ ഒരു സാധ്യതയും ഇല്ലാത്തടത്ത് ഈ ദിവസങ്ങൾ നിറവേറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.